ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ഡിലേ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. മലയാള മനോരമ കണ്ടക്ട് ചെയ്ത ഹോർത്തോസ് പ്രോഗ്രാം നടന്നിരുന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കലൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മഹാരാജാസിലേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത്. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് വെൻഡിങ് മെഷീൻ വെച്ചിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്തത്. എൻ്റെ ഫ്രണ്ട് രഞ്ജിനി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ഐശ്വര്യ എന്ന് പറഞ്ഞ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അവൾ നാട്ടിൽ പോയേക്കുന്ന കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് മെട്രോ വന്നു, നമ്മൾ മഹാരാജാസ് എത്തി ഇറങ്ങുവാണ് കേട്ടോ. 12 മണി 12:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. സോ നല്ലൊരു ഉച്ച ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ ഒരുപാട് വെയിറ്റിങ്ങിന് ശേഷം ഒരു ഓട്ടോ കിട്ടി. നമ്മളിത് സുഭാഷ് പാർക്കിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് സുഭാഷ് പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. മീൻസ് പുറത്തൊന്നും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹോർത്തോസ് പ്രോഗ്രാം നടക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യാണ് കേട്ടോ. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലിറ്ററേച്ചർ കൾച്ചറൽ ഫെസ്റ്റിവലാണ് കേട്ടോ. ആക്ച്വലി ഒരുപാട് വർക്ക്ഷോപ്സും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, ബുക്സ്, അങ്ങനെ ഒരുപാട് എക്സിബിഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് വർക്ക്ഷോപ്സുകളെല്ലാം കമ്പൈൻ ചെയ്യുന്ന ഒരു കൾച്ചറൽ ഹബ്സ് ഇവൻ്റ് ആണ് കേട്ടോ. November 27 to 30th വരെയായിരുന്നു ഈ പ്രോഗ്രാം നടന്നത്. നമ്മൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോയത്. അന്ന് ഈവനിങ് ആയിട്ട് മോഹൻലാലൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്രയും നേരം അവിടെ നിന്നില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ കുറേ ക്ലിപ്സൊക്കെ ഞാൻ ഇതിൽ കിട്ടിയതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇനാഗ്രേഷൻ ആയാലും അത് മാത്രമല്ല, ഓരോ ദിവസമായിട്ടും കമലഹാസൻ, മഞ്ജു വാര്യർ, മമ്മൂട്ടി, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഈ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ റീൽ അയച്ചത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞത്. കൊച്ചിയിൽ ഉണ്ടായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം കാണാൻ പോയില്ല എന്ന് പറയുന്നത് ഒരു കുറവ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് മിസ് ഔട്ടാക്കാൻ നിന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അപ്പം തന്നെ പോവുകയാണ് ചെയ്തത് കേട്ടോ. ആക്ച്വലി ഇതൊരു ഗ്രാൻഡ് സെലിബ്രേഷൻ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ തന്നെയാണ് കേട്ടോ. കാരണം ഓരോ സ്റ്റുഡൻസിൻ്റെയും അത്രയും മാത്രം കഴിവുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ഓരോരുത്തരുടെ ഐഡിയാസും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഐഡിയാസാണ് കേട്ടോ ഓരോ സ്റ്റോളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വർക്ക്ഷോപ്സും വിസിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് മരുതം എന്ന് പറഞ്ഞ സ്റ്റേജിലേക്കാണ് കേട്ടോ. ഇവിടെ ഓരോ സ്റ്റേജുകൾക്കും, അതായത് 5 സ്റ്റേജുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും കുറിഞ്ചി, മുല്ലൈ, നെയ്തൽ, മരുതം, പാലൈ ഇങ്ങനെയാണ് പേരുകളിട്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘം കാലങ്ങളിൽ, അതായത് പണ്ട് കാലങ്ങളിൽ ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ബുക്കിൽ 5 ഭൂപ്രകൃതികളെ മെൻഷൻ ചെയ്യുന്ന സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ 5 സസ്യങ്ങളുടെ പേരാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റേജുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളെ എല്ലാ സ്റ്റേജുകളിലെയും ഓരോ പരിപാടികളും കുറച്ച് നേരം വീക്ഷിച്ചൊക്കെ നിന്നു. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ലിറ്ററേച്ചർ വൈസ് ആയാലും ആർട്ട് വൈസ് ആയിട്ടുള്ള ഒരുപാട് ഫേമസ് ആളുകളുണ്ടായിരുന്നു. നമ്മളധികം അതിനെപ്പറ്റി പഠിക്കാത്തവരും മീൻസ് അതിനെക്കുറിച്ച് അറിയാത്തവരായതുകൊണ്ടും അതാരൊക്കെയാണെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അതിലെ കുറച്ച് ക്ലിപ്സും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേജിൻ്റെ പേര് നെയ്തൽ എന്നായിരുന്നു കേട്ടോ. സോ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത വർക്ക്ഷോപ്സും അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മുല്ലൈ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെയും കുറച്ച് ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ 5 സ്റ്റേജുകളാണുള്ളത്. നമ്മൾ 5ഉം കവർ ചെയ്തിട്ടില്ല. കുറച്ച് സ്റ്റേജ് മാത്രം കവർ ചെയ്തതിൻ്റെ ക്ലിപ്സാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായിട്ട് മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കുമായിട്ട് കളിക്കാനായിട്ടുള്ളൊരു ഏരിയയും കൂടി ഉണ്ട്. അവിടെ ഡൈസ് ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ മെയിൻ വർക്ക്ഷോപ്സ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ലൈവായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ. നമ്മുടെ മെയിൻ സ്പോട്ട്, ഫുഡ് സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക എന്നുള്ളൊരിത് കണ്ടപ്പോഴാണ് നമ്മൾ പോയത്. പക്ഷേ ശരിക്കുള്ള ചായ് കപ്പിൾസിൻ്റെ ബൺ മസ്ക അല്ല കേട്ടോ, ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ബൺ മസ്ക. ആക്ച്വലി ഇത് ഒറിജിനൽ ഒന്നുമല്ല, കണ്ടപ്പോൾ ട്രൈ ചെയ്യാം. എങ്ങനെയുണ്ട്? നോർമലി നമ്മൾ കഴിക്കുന്ന ഒരു ക്രീം ബണ്ണിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഒറിജിനൽ ബൺ മസ്ക അല്ലല്ലോ. ബൺ മസ്കയ്ക്ക് പുറമെ അവിടെ സ്നാക്സും കൂൾ ഡ്രിങ്ക്സും അങ്ങനെ എല്ലാം ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എനിക്ക് ഈ ഹോർത്തോസ് പ്രോഗ്രാമിലെ ഏറ്റവും ഇൻട്രസ്റ്റഡും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസിലേക്കാണ് കേട്ടോ. അതായത് m4marry.com കണ്ടക്ട് ചെയ്തിരിക്കുന്ന ലവ് ലോക്സ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല, ലവ് ലോക്സ് എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും വേറെ നെയിമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയിരിക്കുന്നത്. അതായത് ആസ് എ ലവ് ഞാനും എൻ്റെ പാർട്ട്ണറുടെ നെയിം ചെയ്താൽ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിം ചെയ്താൽ മെയിൻലി അങ്ങനെയാണ്. അതല്ലാതെ അതിന് പുറമെ കുറേ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഹാങ് ചെയ്യുന്നവരെ ഞാൻ അവിടെ കണ്ടായിരുന്നു കേട്ടോ. സോ അത് ഹാങ് ചെയ്തതിന് ശേഷം അതിൻ്റെ കീ നമ്മൾ എറിഞ്ഞ് കളയുകയാണ് കേട്ടോ ചെയ്തത്.
ഫ്രാൻസ്, പാരീസ്, ഇറ്റലി അങ്ങനെ ഒരുപാട് കൺട്രീസിലെല്ലാം ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ലവ് ബ്രിഡ്ജസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നടുവിൽ ഒരു റിവറാണുള്ളത്, അതിലേക്കാണ് ആ കീയൊക്കെ വലിച്ചെറിഞ്ഞ് കളയാറ് കേട്ടോ. സോ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ഇട്ടു എന്നുള്ളൂ കേട്ടോ. ആക്ച്വലി ഇപ്പോൾ പാരീസിൽ ഇതെല്ലാം ബാൻ ചെയ്തെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഞങ്ങളോട് പോസ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ജോത്സന, രാജലക്ഷ്മി, സിത്താര, വിധുപ്രഭ അവരുടെ ഒരു പ്രാക്ടീസിങ് സെഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ വന്നതിൻ്റെ ആ ടൈമിലുണ്ടായിരുന്ന സ്റ്റേജ് ഷോ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് പോയ കാരണം നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, എന്നാൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ. അങ്ങനെ സുഭാഷ് പാർക്കിൽ മലയാള മനോരമയും ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസും എല്ലാവരും കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഹോർത്തോസ് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. സോ നമ്മൾ വീഡിയോസ് റീൽസൊക്കെ എടുത്തു, നമ്മളുടേതായ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞതേ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു ലിറ്ററേച്ചർ ബേസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം ജനങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അതെല്ലാം കഴിഞ്ഞത് നമ്മൾ നേരെ പോകുന്നത് റഹ്മാനിയ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. എറണാകുളത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി സ്പോട്ടാണ് കേട്ടോ റഹ്മാനിയ. മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടി നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ പോകുള്ളൂ. അത് എത്ര വെയിറ്റിങ്ങും ക്യൂ ആണെങ്കിൽ പോലും. ഞാനൊരു ബിരിയാണി ലവറും കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കാരണം തന്നെ ഉച്ചയാകുമ്പോഴേക്ക് ഇവിടുത്തെ ബിരിയാണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഉച്ച കഴിഞ്ഞാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് കേട്ടോ. സോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ബിരിയാണിയിൽ ഒരെണ്ണമാണ് മട്ടൻ ബിരിയാണി. പക്ഷെ നമ്മൾ വാങ്ങിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. സോ അതിൻ്റെ കൂടെ കിട്ടുന്ന സാലഡും ഡേറ്റ്സിൻ്റെ പിക്കിളും കൂടി വെച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നോർമലി എനിക്ക് ഡേറ്റ്സിൻ്റെ പിക്കിൾ അത്ര ഇഷ്ടമല്ല, കാരണം സ്പൈസി ആയിട്ടുള്ളതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് നേരെ ബസ് പിടിക്കുകയാണ് കലൂർ സ്റ്റേഡിയത്തിലേക്ക്. അങ്ങനെ നമ്മുടെ സ്കൂട്ടിക്ക് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് എന്നെ ആക്കിയിട്ടാണ് കേട്ടോ ഓറഞ്ചിന് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്